ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് ട്രാൻസ്ഫർ പ്രൈസസ്. ട്രാൻസ്ഫർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി മെയിനായിട്ടും 3 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കോസ്റ്റിൻ്റെ ബേസിൽ, സെക്കൻഡ് വൺ മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിൽ, തേർഡ് വൺ നെഗോസിയേഷൻ്റെ ബേസിൽ. ഓക്കെ, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ് അപ്രോച്ചാണ്. കോസ്റ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ് അപ്രോച്ചിൽ അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ചിലവ് എത്രയാണ്, ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ചിലവായത്, അതിനെ ബേസ് ചെയ്ത് ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്യും. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ തന്നെ പല സബ് മെത്തേഡ്സ് ഉണ്ട്. ഫുൾ കോസ്റ്റ് മെത്തേഡ്, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മെത്തേഡ്, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ലംസം എമൗണ്ട്, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഡ്യുവൽ ട്രാൻസ്ഫർ പ്രൈസ്, ഇങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഫുൾ കോസ്റ്റ് അപ്രോച്ച്. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, കമ്പനീസ് ചാർജ് ഫുൾ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആസ് ട്രാൻസ്ഫർ പ്രൈസ്. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്രയാണോ ചിലവാകുന്നത് ആ മുഴുവൻ തുകയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വാങ്ങും. ഓക്കെ, ദിസ് റെഡ്യൂസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഈസ് ചാർജ്ഡ് ഫ്രം ബൈയിങ് ഡിവിഷൻ. അപ്പം ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉൾപ്പെടുന്ന ഫുൾ കോസ്റ്റ് വാങ്ങുന്നത് വഴി ബൈയിങ് ഡിവിഷന് ഒരു വലിയ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ബൈയിങ് ഡിവിഷൻ്റെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി കുറയാനായിട്ട് ഇത് കാരണമാകും. സെല്ലിംഗ് ഡിവിഷനെ സംബന്ധിച്ചോ, സെല്ലിംഗ് ഡിവിഷൻ്റെ ഫുൾ കോസ്റ്റും ഈ ഒരു മെത്തേഡിലൂടെ കവർ ആവുന്നുണ്ട്. സോ സെല്ലിംഗ് ഡിവിഷൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ ഈ ഒരു മെത്തേഡ് കാരണമാകും. ബട്ട് സെയിം ഓർഗനൈസേഷനാണ് രണ്ടുപേരും. സോ സെയിം ഓർഗനൈസേഷനിൽ വരുമ്പോൾ ആ ഒരു ഫിക്സഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്ത എമൗണ്ട് ബൈയിങ് ഡിവിഷനിൽ നിന്നും ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. സോ കൂടുതൽ കമ്പനികളും വേരിയബിൾ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്രോച്ചാണ് ഈ ഒരു ട്രാൻസ്ഫർ പ്രൈസിന് വേണ്ടി ഫോളോ ചെയ്യുന്നത്. അടുത്തൊരു മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അപ്രോച്ച്. കോസ്റ്റ് മാത്രമല്ല, ആദ്യത്തെ മെത്തേഡിൽ ഫുൾ കോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കോസ്റ്റിൻ്റെ കൂടെ കുറച്ച് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് ചാർജ് ചെയ്യുന്ന രീതിയാണ്. എ സ്യൂട്ടബിൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ആഡഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ കോസ്റ്റോ സ്റ്റാൻഡേർഡ് കോസ്റ്റോ ഒക്കെ ആവും. ആ കോസ്റ്റ് എത്രയാണ്, ആ കോസ്റ്റിൻ്റെ കൂടെ കുറച്ച് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന രീതിയാണിത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിലാണ് നമുക്ക് മാർക്കറ്റിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പ്രോഫിറ്റ് എലമെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ പോലും കൊടുക്കുള്ളൂ. ഓക്കെ, ദിസ് ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ബട്ട് റെഡ്യൂസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം, പ്രോഫിറ്റൊക്കെ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ലതായിരിക്കും, പക്ഷേ ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയ്ക്കും. സെയിം ഓർഗനൈസേഷൻ തന്നെയാണ്, സോ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഫിറ്റബിലിറ്റി കുറയ്ക്കും. അടുത്തൊരു മെത്തേഡാണ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ലംസം എമൗണ്ട്. ഓക്കെ, ദിസ് പ്രൈസിങ് എയിംഡ് ടു സോൾവ് ദ ഇഷ്യൂസ് ഓഫ് ഫുൾ കോസ്റ്റിംഗ്. പറഞ്ഞിരുന്നു, ഫുൾ കോസ്റ്റിംഗ് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ഫിക്സഡ് കോസ്റ്റ് സെയിം ഓർഗനൈസേഷനിലെ തന്നെ ഫിക്സഡ് കോസ്റ്റാണ്. ഓക്കെ, എല്ലാവർക്കും വരുന്നതാണ്. അത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കുറച്ച് സാധനം കൊടുക്കുമ്പോൾ അതും കൂടെ കൂട്ടിയേ കൊടുക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. സോ കൂടുതൽ കമ്പനികളും വേരിയബിൾ കോസ്റ്റാണ് ഉപയോഗിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് അപ്രോച്ച് ഫുൾ കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് കുറയ്ക്കുന്നു. ഇനി വേരിയബിൾ കോസ്റ്റ് ഫ്രം ലംസം എമൗണ്ട് എന്താണ്? ഹിയർ എ സർട്ടിൻ ലംസം എമൗണ്ട് ഈസ് ആഡഡ് ടു വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, while variable cost ensure recovery of additional cost of production, lump sum amount helps to recover some portion of fixed cost. വേരിയബിൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി, ആ ഒരു ഒറ്റ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്രയാണ് അഡീഷണലി ചിലവായത് ആ കാശ് റിക്കവർ ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് ലംസം എമൗണ്ടും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിനാൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു പോർഷനും കൂടെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ദിസ് ഹെൽപ്പ് സെല്ലിംഗ് ഡിവിഷൻ ടു ഗെറ്റ് സം പ്രോഫിറ്റബിലിറ്റി. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അവർക്ക് കുറച്ച് ലാഭം കിട്ടും. കാരണം വേരിയബിൾ കോസ്റ്റും കുറച്ച് ഫിക്സഡ് കോസ്റ്റും കൂടെ കവർ ആവുന്നുണ്ടല്ലോ. സോ അവർക്ക് അത്യാവശ്യം ലാഭം കിട്ടും. അതുപോലെ തന്നെ ബൈയിങ് ഡിവിഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ ഒരു ഫുൾ കോസ്റ്റും ചാർജ് ചെയ്യാത്തതുകൊണ്ട്
അവർക്ക് ആ ഒരു പ്രോഫിറ്റബിലിറ്റി ഒരു റീസണബിൾ ലിമിറ്റിൽ നിന്നും കുറയത്തുമില്ല. സോ രണ്ട് കൂട്ടരെ സംബന്ധിച്ചും ബെനിഫിഷ്യലായ ഒരു മെത്തേഡാണ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ലംസം എമൗണ്ട്. വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ ലംസമായിട്ട് ഒരു കുറച്ച് എമൗണ്ട് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി, ആക്ച്വൽ ഫിക്സഡ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല, പക്ഷേ ഒരു എക്സ്ട്രാ ഒരു എമൗണ്ടും കൂടെ ചാർജ് ചെയ്യുന്ന രീതിയാണിത്. അടുത്ത മെത്തേഡാണ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ദിസ് പ്രൈസ് ഈസ് ഓൾസോ നോൺ ആസ് മിനിമം ട്രാൻസ്ഫർ പ്രൈസ്. ഹിയർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ദ പ്രൊഡക്റ്റ് ഇൻ എക്സ്റ്റേണൽ മാർക്കറ്റ് ഈസ് ആഡഡ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്ന രീതിയാണിത്. എന്താണ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട്, ഇപ്പം എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് നമ്മളോട് പറയുവാണ് ഇത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിന് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉണ്ട്. അവരുടെ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസിന് അവരുടെ സാലറി ഹൈക്കൊക്കെ വരുന്നത്. സോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ അവരിത് പുറത്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരു പ്രൊഡക്റ്റിന്മേൽ ഒരു 10 രൂപ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇവർക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് കോസ്റ്റ് കവർ ചെയ്യത്തുള്ളൂ, ആ ഒരു വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യുക മാത്രമേ ഉള്ളൂ. സോ അവർ കൊടുക്കാൻ റെഡിയാവുമോ? ഇല്ല, അവർ കൊടുക്കാൻ റെഡിയാവത്തില്ല. അവർ പറയും ഞങ്ങൾക്കിത് പുറത്ത് കൊടുക്കുവാണെങ്കിൽ ഇത്രയോ ലാഭമുണ്ട്, നിങ്ങൾ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ലാഭമാണുള്ളത്. സോ അങ്ങനെയുള്ള കേസിൽ, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. നമ്മൾ വേണ്ടെന്ന് വെച്ച ഓൾട്ടർനേറ്റീവിൽ നിന്നും നമുക്ക് കിട്ടാമായിരുന്ന ആ ഒരു ബെനഫിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേക്കാമായിരുന്ന ആ ഒരു പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ ആ ഒരു വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് സോൾഡ് ഇൻ മാർക്കറ്റ്, ദ കമ്പനി മേ ഏൺ സം പ്രോഫിറ്റ് വിച്ച് മേ ബി ഫോർഗോൺ വൈൽ സെല്ലിംഗ് വിത്തിൻ ദ കമ്പനി. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അടുത്ത മെത്തേഡാണ് ഡ്യുവൽ പ്രൈസിങ് മെത്തേഡ്. വാങ്ങുന്ന ഡിപ്പാർട്ട്മെൻറ്റും വിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും 2 പ്രൈസ് അവരുടെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ദ സപ്ലൈയിങ് ഡിവിഷൻ റെക്കോർഡ് ട്രാൻസ്ഫർ പ്രൈസ് ബൈ ആഡിങ് എ റീസണബിൾ റവന്യൂ. അവർക്കൊരു റവന്യൂ കിട്ടുന്ന രീതിയിൽ നല്ലൊരു എമൗണ്ട് അവർ സപ്ലൈയിങ് ഡിവിഷൻ റെക്കോർഡ് ചെയ്യും. പർച്ചേസിങ് ഡിവിഷൻ റെക്കോർഡ് ട്രാൻസ്ഫർ പ്രൈസ് അറ്റ് മാർജിനൽ കോസ്റ്റ്. പർച്ചേസിങ് ഡിവിഷനോ മിനിമം പ്രൈസ്, ആ ഒരു വേരിയബിൾ കോസ്റ്റ് മാത്രമേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസായിട്ട് അവരുടെ ആ ഒരു റെക്കോർഡ്സിൽ കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 2 കൂട്ടരും 2 പ്രൈസ് കാണിക്കുന്ന മെത്തേഡാണ് ഡ്യുവൽ പ്രൈസിങ് മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് റിപ്പോർട്ടിങ്ങിനൊന്നും ഈ ഒരു ഇത് കൊടുക്കത്തില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാനായിട്ട് ആ ഒരു ഇൻറ്റേർണൽ ആവശ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്യുവൽ പ്രൈസിങ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് അകത്തു കൊടുത്തെന്ന് പറഞ്ഞ് അവർക്ക് നഷ്ടമായേക്കാവുന്ന പ്രോഫിറ്റ് നഷ്ടമാവുന്നുമില്ല. പർച്ചേസിങ് ഡിവിഷൻ എന്നാൽ അധികം ഒരു ബർഡൻ വരുന്നുമില്ല. ഓക്കെ, ബൈ യൂസിങ് ഡ്യുവൽ പ്രൈസിങ് ഇൻറ്റേർണലി ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, കമ്പനീസ് ക്യാൻ എഫക്റ്റീവ്ലി അലോക്കേറ്റ് കോസ്റ്റ്, incentivize internal transactions and facilitate performance evaluation without necessarily impacting external financial reporting or tax obligations. എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ടാക്സ് ഒബ്ലിഗേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും അഫക്റ്റ് ചെയ്യാതെ നമ്മളുടെ കമ്പനിക്കകത്ത് തന്നെയുള്ള പെർഫോമൻസ് ഇവാലുവേഷന്, അല്ലെങ്കിൽ കമ്പനി ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ കൂട്ടാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്യുവൽ പ്രൈസിങ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്.